ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. കുറേ റെയിൽ പാളങ്ങൾ മാത്രം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന്. ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് പപ്പേൻ്റെ വീട്ടിൽ നിന്നും നമ്മൾ എവിടെയാ പോകുന്നതെന്ന് അറിയോ? ഇന്ന് കണ്ണൂരിലേക്ക്. അതെ, കണ്ണൂരിലെ എൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അച്ചാച്ചനും വലിയച്ഛനും സാത്തിക്കും മീനൂട്ടിയും വന്നിരുന്നു. ബിക്കോസ് ഓഫ് പപ്പ എറണാകുളത്ത് പോയിരുന്നു. പപ്പ ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് ട്രെയിനിലാണ് കണ്ണൂരിൽ പോകുന്നത്. ഓക്കെ, ഞാൻ വെറുതെ ഒരു സെൽഫി വീഡിയോ എടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പിള്ളേരെല്ലാം കൂടി എൻ്റെ പെട്ടി പൊട്ടിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഞാൻ കണ്ടത്. എൻ്റെ ദൈവമേ, ആർക്കും ഒരു സാധനം വേണ്ടി വരില്ല, പക്ഷേ എന്തെങ്കിലും ഒരു സാധനം ഒരാൾ തൊട്ടാ അപ്പം എല്ലാവർക്കും വേണ്ടി വരും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി, മമ്മയും സുസുക്കിയും തനിക്കുട്ടിയും കൂടി ട്രെയിനിൽ കയറി. ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. പക്ഷെ ഇറങ്ങി പോകുമ്പോൾ എനിക്ക് പെട്ടിയും പിള്ളേരും കവറൊക്കെ ഉണ്ടായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് ചില സമയങ്ങളിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഹെൽപ്പിനുണ്ടാകുന്നൊക്കെ പറയില്ലേ, ആ ഒരു ആളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞങ്ങൾക്ക് പെട്ടിയെടുത്ത് കൊണ്ടു തന്നത്. പിന്നെ അവിടെ മാമൻ കൂട്ടാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. വല്ലാതെ വിശപ്പ് കാരണം മാമനോട് കോക്ടെയിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ മാമൻ കോക്ടെയിൽ വാങ്ങിച്ചു തന്നു സൈഡിൽ നിർത്തിയിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. പിന്നെ ഇത് നമ്മുടെ മാമിക്കുട്ടിയാണ്. മാമിയും അമ്മയും മാമനും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി കാറിൽ എവിടെയാ വീണ്ടും പോകുന്നത് അറിയാം. അച്ചാച്ചനെ കൂട്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ പോയത് എവിടെയാണെന്നറിയാം? ആദ്യ ചാലക്ക് തന്നെ. ചാലക്ക് നമ്മുടെ മൂത്തോസിന്റെ വീട്ടിലേക്കാണ് പോയത്. പോകുമ്പോൾ ദേ ദീപേച്ചിയും ചിഞ്ചുവും കോനയുമ്പോ തന്നെയുണ്ട്. ദീപേച്ചേനെ എണീച്ച് നിന്നിട്ട് നല്ല ഉണ്ടായത്. എന്നിട്ട് മൂത്തമ്മ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കോക്ടെയിൽ ഉണ്ടാക്കി തന്നു. വീണ്ടും കോക്ടെയിൽ. വാട്ട് എ ടേസ്റ്റി. നമ്മൾ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ സംഭവം. കണ്ണൂർക്കാരല്ലേ ഈ കോക്ടെയിൽ കണ്ടുപിടിച്ചത്? യാസ്, അഭിമാനം ഡാ. പിന്നെ മൂത്തോസം നമുക്ക് ബിരിയാണി ആക്കി തന്നു. നമ്മളെല്ലാവരും അവിടെ എത്തുമ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ബിരിയാണി തിന്നാൻ വേണ്ടി എല്ലാവരും എവിടെ എത്തിയാലും ഞാൻ മറന്നേ പോയി. സ്കൂള് പൂട്ടി വെക്കേഷൻ നാട്ടിലെത്തിയ പിന്നെ എല്ലായിടക്കും ബിരിയാണി. അങ്ങനെ നമ്മൾ സൂപ്പർ ബിരിയാണിയൊക്കെ വയറ് നിറയെ വെട്ടി വീങ്ങിയത് ശേഷം കുറച്ച് സമയം കൊരേമിലിരുന്നു. സാന്ദ്രക്കുട്ടിയും മാമിയും തനൂസും കൂടി എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. സുസൂക്കി ആണെങ്കിൽ മുറ്റത്തുള്ള ജെല്ലിയൊക്കെ പെറുക്കിയതാ തലയിൽ വരെ ഇടുന്നുണ്ട്. കിട്ടിയ അവസരം. ആഹാ, എന്ത് രസം, സുഖം. പിന്നെ നോക്കുമ്പോൾ ദേ മാമനും മാമിയും സുസൂക്കിയും സാന്ദ്ര ചേച്ചിയും കൂടി ലുഡോ കളിച്ചിരിക്കുന്നതിനിടയിൽ ദേ ഐസ്ക്രീം കാരി എത്തിയിരിക്കുന്നു. ഐസ്ക്രീം കാരിയുടെ മുഖം ആരും കാണണ്ടെന്ന് ചോദിച്ചിട്ട് ഐസ്ക്രീം കാരി മുഖം കവർ ചെയ്തിട്ട് നടക്കുവാണ്. സുസൂക്കി എനിക്കൊരു ഐസ്ക്രീം തരുമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട്. ഗൈസ്, മിൽമേൻ്റെ സൂപ്പർ ഐസ്ക്രീമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. 2 ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് മാംഗോ ഫ്ലേവറും വേറെ ഒന്ന് വാനില ഫ്ലേവറും. അങ്ങനെ ഐസ്ക്രീം കാരി നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം തിന്നു. നല്ല അടിപൊളി ഐസ്ക്രീമൊക്കെ തിന്നു. എൻ്റെ വീഡിയോ എടുക്കാൻ ആരുമില്ല എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഐസ്ക്രീം കാരി വന്ന് വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞു. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ആരാണ് പറയില്ല, വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പം കാണിച്ചു തരാം, വെയിറ്റ് ചെയ്തോ. എന്നിട്ട് ഇവർ ലുഡോ കളിച്ച് അവിടെ കുത്തിയിരിക്കുമ്പം മൂത്തോസ് പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഇത് ചാലക്ക് അപ്പുറത്തെ അമ്മായിൻ്റെ വീട്, താഴത്ത് വലിയ മാമൻ്റെ വീട്, ചെറിയ മാമൻ്റെ വീട്, പിന്നെ ആതിരക്കുട്ടീൻ്റെ വീട്, ഇങ്ങനെ 3 വീടുണ്ട്. നമ്മൾ എന്നിട്ട് അവിടെ നിന്നും ചെറിയ മാമൻ്റെ വീട്ടിലേക്ക് അടുത്തതായിട്ട് പോയി. ഇതെന്തിനാണ് ദൈവമേ ഐസ്ക്രീം നക്കി തിന്നല്ല ഇവിടെ വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ പൊന്നോ, നല്ല വീഡിയോഗ്രാഫറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഐസ്ക്രീം കുത്തി കയറ്റി തിന്നു. എന്നിട്ട് സ്ഥലം വിട്ടു. എന്നിട്ട് പോവാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു. നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ ആ സമയത്ത് പെട്ടെന്ന് എന്തോ നമ്മൾ പോയിട്ടില്ല. സുസുക്കി പറയുവാണ് എന്താണ് ഈ ഐസ്ക്രീം എന്ന് ചോദിച്ചപ്പോൾ സുസുക്കി പറയുകയാണ് വാനില. അങ്ങനെ എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു സെൽഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഫോണും എടുത്ത് 2 റൗണ്ട് റൗണ്ടി. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? എന്നിട്ട് നമ്മൾ കുഞ്ഞമാമൻ്റെ വീട്ടിൽ പോയി. ആ ബാക്കിൽ കാണുന്നത് ഹേമേച്ചിയും ദീപേച്ചിയും.
ദീപം മാമിയും. എന്നിട്ട് അമ്മായി ഇവിടുന്ന് ഇവിടെ കയറുന്ന് കുറേ വിളിച്ചു. പ്രിയേച്ചി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കയറിയില്ല, കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ കുറച്ച് സമയം വർത്താനം പറഞ്ഞ് എന്നാൽ നമുക്ക് കറങ്ങാൻ പോകാൻ. ഇതാണ് നമ്മുടെ ഐസ്ക്രീം കാരി. നോക്കൂ, ഐസ്ക്രീം കാരി നേരത്തെ നിങ്ങൾ കണ്ട ഐസ്ക്രീം കാരി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഒരിക്കലും കാണിക്കൂല. അവൾക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് തല തല്ലിപ്പൊളിക്കാൻ സമയമായി. സുസൂക്കി കിട്ടിയ സമയം കൊണ്ട് ജെല്ലിയൊക്കെ പെറുക്കി അകത്തേക്ക് ഇടുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ വീടൊക്കെ ലോക്ക് ചെയ്ത് ടാറ്റ ബാബായി പോവുകയാണ്. എവിടെയാണ് നമ്മൾ ലോക്ക് ചെയ്ത് പോകുന്നതെന്ന് നിങ്ങൾക്കറിയോ? പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിലെ കൊറ്റംകുന്ന് കാവ്, ആദിമയിലാടൻ കാവ്, നല്ല അടിപൊളി കാവ്. ആദിമയിലാടൻ ദൈവം നല്ല ശക്തിയുള്ള ദൈവമാണ്. നമ്മൾ അവിടെ ആ അമ്പലത്തിൽ ഞങ്ങളെല്ലാവരും കൂടി നടന്ന് പോവുകയാണ്. ഈ കൊറ്റംകുന്ന് ഈ സ്ഥലത്തിന് പേര് വരാൻ തന്നെ കാരണം വീടിൻ്റെ മുറ്റത്ത് തന്നെ വലിയ കുന്നാണ് മക്കളെ, കുന്ന്. അങ്ങനെ നമ്മൾ കൊറ്റ ഒന്നാണെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ പ്ലീസ്. അങ്ങനെ നമ്മൾ ഈ പൊരിവെയിലത്ത് നടന്ന് കൊറ്റംകുന്ന് കാവിലേക്ക് പോവുകയാണ്. ഈ വീഡിയോഗ്രാഫർ തനു വീഡിയോഗ്രാഫറാണ്. അതുകൊണ്ട് ഞാൻ വേർത്ത് കുളിച്ച് ഇപ്പോൾ ഉള്ളതുപോലെ. എന്നിട്ട് നമ്മളിങ്ങനെ കൊറ്റംകുന്ന് കാവ് പോയപ്പോൾ 5:30 ആകാനായിരുന്നു. അപ്പോൾ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. എന്നിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് അവിടെ ഞങ്ങൾ പോയി. ആദിമയിലാടൻ ക്ഷേത്രം റോഡ്. പണ്ട് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ റോഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു ഫുൾ കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇവിടെ റോഡൊക്കെ വന്ന് വികസനം വലിയ വികസനമാണ്. അങ്ങനെ ആണ് ഇതുവഴി. അല്ലെങ്കിൽ നമ്മൾ വേറെ അപ്പുറത്തെ സൈഡിലോട്ട് ഒരു വീടിൻ്റെ സൈഡിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ മൊത്തം റോഡും സ്ഥലമൊക്കെ ആയിട്ട് ഇത്രയും സ്ഥലങ്ങളുണ്ടോ എന്ന് വിചാരിച്ചു. ഇവിടെ കൊറ്റംകുന്നത്തെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് നല്ല രസം. നിറയെ ആളുകളും പരിപാടിയും ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട്. എനിക്കുണ്ടല്ലോ ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഒരിക്കലും ഉത്സവത്തിന് പോകാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ജനുവരിയിലാണ് ഉത്സവം ഉണ്ടാവാറ്. ജനുവരി നമ്മളെ വെക്കേഷൻ ടൈമല്ലല്ലോ, പിള്ളേർക്ക് സ്കൂളുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. ഞാൻ ചെറുപ്പം മുതൽ അമ്മയും ഞാനും ജോജുവും കൂടി എല്ലാ ഉത്സവത്തിനും 2 ദിവസം സ്കൂളിൽ ലീവാക്കിയിട്ട് വരുന്നത് അവിടെ. കല്യാണം കഴിഞ്ഞതിനോട് അതൊക്കെ അവസാനിച്ചു ഗായ്സ്, അവസാനിച്ചു. നിങ്ങൾക്കിങ്ങനെ എന്തെങ്കിലും സങ്കടക്കഥ പറയാനുണ്ടോ? പറയൂ ഗായ്സ്. അയ്യോ. എന്നിട്ട് നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ എടുത്തു. വിടാൻ പാടില്ല. എന്നിട്ട് നമ്മൾ എൻ്റെ ഫോട്ടോ എടുക്കാണ്ട് ആരുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ലാസ്റ്റ് ആ ഒരു എക്സ്പ്രഷൻ ഇട്ടത് ഗൈസ്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് വൈകുന്നേരം 6 മണി അങ്ങാറ്റായി എല്ലാം കഴിഞ്ഞിട്ട്. മാമനാണെങ്കിൽ സുസൂക്കിനെ എടുത്തിട്ട് മങ്കീനെ പോലെ എവിടെയില്ലല്ലോ കയറ്റുന്നുണ്ട് സുസൂക്കി. കാരണം അതാണല്ലോ ഇഷ്ടം. സുസുക്കി വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ ഞങ്ങൾ കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ വൈകുന്നേരം എപ്പോൾ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂത്തോസിൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു. ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. അന്നെടുത്ത കുറച്ച് ഫോട്ടോസ് ഇവിടെ വെട്ടി ഒട്ടിക്കുന്നുണ്ട് ഗൈസ്. നോക്കൂ, ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോയത്, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, പിന്നെ നമ്മളെല്ലാവരും കുത്തിരുന്നെടുത്ത കുറച്ച് ഫോട്ടോസ്, അമ്പലത്തിൽ നിന്നെടുത്ത ഫോട്ടോസ്, എല്ലാവരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെടുത്ത ഫോട്ടോസ്. ഇതെൻ്റെ അനിയനും നാത്തൂനും പിന്നെ മൂത്തൂസും എല്ലാവരും, നമ്മളെല്ലാവരും ഉണ്ട്. ഇത് ഞാനും എൻ്റെ നാത്തൂനും മാത്രം. ഞാനും ചിഞ്ചു ഒറ്റക്കെടുത്ത ഫോട്ടോ ഒന്നും കാണുന്നില്ല. വെറുതെ കാണാത്തത്, അല്ല അവളുടെ ഫോണിലെടുത്തത്. അപ്പോൾ പിന്നെ ഓക്കെ, ബൈ ബൈ. വെറുപ്പിക്കൽ തുടരുന്നതാണ്.